السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. ബഹുമാനികളായ സഹോദരി സഹോദരന്മാരെ, ആദ്യമായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ജീവിതത്തിലെ നമുക്ക് ആഘോഷിക്കുവാൻ വേണ്ടി അള്ളാഹു അനുവദിച്ചിട്ടുള്ള 2 ദിവസങ്ങളിൽപ്പെട്ട ഈദുൽ അദ്ഹയുടെ ഏറ്റവും പുണ്യകരമായ ഈ ദിവസം നമ്മൾ അള്ളാഹുവെ പുകഴ്ത്തുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഏറ്റവും വലിയവൻ അല്ലാഹുവാകുന്നു. ദുരിതപർവങ്ങളാണ് പലപ്പോഴും ജീവിതം, ദുഃഖസാന്ദ്രമാണ് പലപ്പോഴും ജീവിതം. ആശ്വാസം റബ്ബാണ്. എനിക്ക് രോഗം വരുമ്പോൾ എനിക്ക് ആശ്വാസം എൻ്റെ റബ്ബ്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ വാക്ക് ഇപ്പോഴും ഖുർആനിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. ഒരു രോഗം വരുമ്പോൾ അവരൊറ്റ വരിയോതുമ്പോൾ അത്ഭുതം തോന്നും. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. എനിക്കൊരസുഖം വരുമ്പോ എന്നെ താങ്ങാൻ എൻ്റെ റബ്ബുണ്ട്, എനിക്ക് ശിഫ നൽകാൻ എൻ്റെ റബ്ബുണ്ട്. അചഞ്ചലമായ വിശ്വാസം. പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി ആളിപ്പടർന്നപ്പോഴും ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥൈര്യവും ധൈര്യവും. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് നമ്മുടെ സഹോദരി സഹോദരന്മാർ വിശുദ്ധ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിച്ച് അതിന്റെ നിർവൃതിയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. അല്ലാഹ് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ ഇവിടെ വന്നണഞ്ഞിരിക്കുന്നു. നിന്റെ ക്ഷണത്തിന് ഞങ്ങൾ സാന്നിധ്യമാകുന്നു. നിനക്ക് കൂട്ടുകാരില്ലല്ലോ റബ്ബേ. എല്ലാ സ്തുതികളും നിനക്ക്, സകലമാന അനുഗ്രഹങ്ങളും നിനക്ക്. ഒരു പങ്കുകാരനും നിനക്കില്ല. ലോകത്തൊരു വിശ്വാസിയുടെ ഹൃദയത്തിനും മദരത്തിനും സദാ ഉയർന്നു നിൽക്കുന്ന വല്ലാത്ത ഒരു വികാരം. അതിന്റെ അനുബന്ധമായി ലോകം പരന്നു കിടക്കുന്ന, അലാസ്ക മുതൽ ഫിജി ദ്വീപ് വരെ പരന്നു കിടക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യന്മാർ അവരുടെ കണ്ടങ്ങളിൽ നിന്നും മദരങ്ങളിൽ നിന്നും ഹൃദയങ്ങളിൽ നിന്നും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആഘോഷത്തിൽ ഒരു മനുഷ്യനെ ഓർക്കുന്നു.
അത് ഇബ്രാഹിം നബിയായി മാറുന്നു. സകല ആരാധനകളിലും ആ മനുഷ്യൻ കടന്നു വരുന്നു. 5 നേരത്തെ നമസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോ അതിൽ വരുന്നു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, റസൂലുള്ളാഹിന്റെ മേലെ സലാത്ത്. ഗുണം ചെയ്യണം നബിക്ക്, ചരിത്രത്തിന്റെ ഓർമ്മ പോലെ ഏതുപോലെ ഗുണം ചെയ്യണം. കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ, നബിക്ക് അനുഗ്രഹം ചെയ്യണം റബ്ബേ ഏതുപോലെ. കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ. പ്രിയപ്പെട്ടവൻ മരിച്ചിട്ട് അവനെ വെള്ളം പുതപ്പിച്ചിട്ട് അവന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുമ്പോഴും ഒരു തക്ബീർ കെട്ടുമ്പോ ഉള്ളുന്നു വരും കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ. റസൂലുള്ളാഹിന്റെ പേരിലുള്ള സലാത്ത് സ്വലാത്തുൽ ഇബ്രാഹിമിയ. ഖുർആൻ അതുകൊണ്ടാ പറഞ്ഞത് ഇബ്രാഹിം ഒരു സമുദായമാണ്, ഇതൊരു വ്യക്തിയല്ല. ഒരു വ്യക്തിയുടെ സങ്കുചിതത്തിലേക്ക് ചുരുണ്ടുകൂടാൻ ഈ മനുഷ്യനാകുമായിരുന്നില്ല. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ്. ഇബ്രാഹിം ഒരു സമുദായമായിരുന്നു, ഉമ്മത്താണ് ഇബ്രാഹിം. അനുസരണ വിധേയനായ, ഖാനിതൻ ലില്ലാഹ്, അഹങ്കാരം ലവലേശം തൊട്ടു തീണ്ടാത്ത, ഹനീഫൻ ഋജു മനസ്സുള്ള, ശുദ്ധ മനസ്സുള്ള, വലം യകു മിനൽ മുശ്രിക്കീൻ, ഒരു ശിർക്കും ആ ജീവിതത്തിലില്ല. നമ്മളെ ജീവിതത്തിൽ അത് പാഠമാക്കണം. അസുഖങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ക്ലേശങ്ങൾ, നൊമ്പരങ്ങൾ, പരീക്ഷണ പർവങ്ങൾ, അവിടെ ഒരേ ഒരുത്തനെ മനസ്സിൽ ധ്യാനിക്കണം. ഒരുത്തന്റെ മുമ്പിൽ മാത്രം കുമ്പിടണം. അല്ലാഹു അക്ബർ, അവനാണ് ഏറ്റവും വലിയവൻ. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയെ കുറിച്ച് അല്ലാഹ് ഉമ്മത്ത് എന്ന് പറഞ്ഞു. അതേ ഖുർആൻ പറഞ്ഞു ഹലീം, ഇബ്രാഹിം നബി സഹനമുള്ളവനാണ്, സഹിക്കാനാകുന്നവനാണ്, പതറുന്നവനല്ല ഇബ്രാഹിം. ഒന്നിന് പിറകെ ഒന്നായിട്ട് വിഷമങ്ങൾ വരുമ്പോ അവ്വാഹ്, ഖുർആൻ പറഞ്ഞ മറ്റൊരു വാക്ക്, നന്നായിട്ട് അള്ളാഹുവിന്റെ കാര്യത്തിൽ ഭയഭക്തി പുലർത്തുന്നവനാണ് ഇബ്രാഹിം. ലവലേശ അഹങ്കാരല്ല. മുനീബ്, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവനാണ്. ഖലീലുല്ലാഹ്, അള്ളാഹുവിന്റെ കൂട്ടുകാരനാണ്. വമൻ അഹ്സനു ദീനം മിമ്മൻ അസ്ലമ വജ്ഹഹു വഹുവ മുഹ്സിൻ. ഏറ്റവും നല്ല മതം, ഏറ്റവും നല്ല വിശ്വാസി ആരാ? ഈ ഇസ്ലാമിനെ മുറുകെ പിടിച്ചവനേക്കാൾ വേറെ ആരുണ്ട്? ഈ മതം എത്രമേൽ ഋജുവാണ്. ഖിയാമം വരെയുള്ള സകല ബുദ്ധികളും ശക്തികളും ബുദ്ധിരാക്ഷസന്മാരും ഒന്നിച്ചെതിർത്താലും ഇത് പത്തരമാറ്റ് തിളക്കത്തോടെ നിലകൊള്ളുന്ന അത്ഭുതകരമായ ആദർശമാണ്. എന്നിട്ട് ഖുർആൻ ഒരു ചോദ്യം ചോദിച്ചു, വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ. ഇബ്രാഹിമിയ മില്ലത്ത് മുറുകെ പിടിച്ചവൻ, അതിനെ അനുധാവനം ചെയ്തവൻ, അവനേക്കാൾ നല്ലവൻ വേറെ ആര്? വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ. ഇബ്രാഹീമിനെ അല്ലാഹ് കൂട്ടുകാരനായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഓതി ആയത്തതായിരുന്നു ബഖറയിലെ 130-ാമത്തെ ആയത്ത്. വമൻ യർഗബ്, ആരാണ് ആഗ്രഹിക്കുക? അമ്മില്ലത്തി ഇബ്രാഹിം, ഇബ്രാഹിമിയ മില്ലത്ത് വിട്ടിട്ട് വേറെ ഒരു മാർഗം ആഗ്രഹിക്കുന്നവൻ ആര്? ഈ മില്ലത്തിനോളം നല്ല ഒരു മില്ലത്ത് വേറെ ഏത്? അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇല്ലാമൻ സഫിഹ നഫ്സ, സ്വന്തത്തെ വിഡ്ഢിത്തത്തിന് തെരഞ്ഞെടുത്തവനല്ലാതെ അത് കഴിയില്ല. സ്വന്തം ചതിക്കുഴി തോണ്ടുന്നവനല്ലാതെ ഇതിന് കഴിയില്ല. സ്വന്തമായി നാശത്തെ സെലക്ട് ചെയ്യുന്നവനല്ലാതെ അതിന് കഴിയില്ല. ഇബ്രാഹിമിനെ കുറിച്ച് പിന്നെയും ഖുർആൻ പറഞ്ഞു, വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ, ദുനിയാവിൽ ഈ മനുഷ്യനെ നാം തെരഞ്ഞെടുത്തിട്ടുണ്ട്. അവിടെ മാത്രം ഒതുങ്ങൂല. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, പരലോകത്തും ഈ മനുഷ്യൻ ഏറ്റവും നല്ലവരുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് ആ ബോധം ഉണ്ടാകുക, ആ മാർഗം അനുധാവനം ചെയ്യാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനം പറയുമായിരുന്നു, ഞാൻ എൻ്റെ പിതാവിന്റെ പിന്മുറ, എൻ്റെ പിതാവിന്റെ ദുആ, ഞാൻ എൻ്റെ പിതാവിന്റെയും പിതാമഹന്റെയും പ്രാർത്ഥന, അല്ലാ ഇവർക്ക് നീ ഒരു പ്രവാചകനെ ഇവരിൽ നിന്ന് നീ അയക്കണം. റബ്ബനാ വബഅസ് മിൻഹും റസൂലാ. ഇബ്രാഹിം നബിയുടെ ദുആ. അങ്ങനെ ഇസ്മാഈലിന്റെ പരമ്പര കാലങ്ങൾക്ക് ശേഷം അബ്ദുൽ മുത്തലിബിന്റെ പേരമകനായിട്ട് ഈ ഭൂമിയിൽ റസൂലുള്ള കടന്നു വരുമ്പോ
ഭൂതകാലത്തിന്റെ ഓർമ്മയിൽ നിന്നാ പറഞ്ഞത്. ഞാൻ എന്റെ പിതാവിന്റെയും പിതാമഹന്റെയും ദുആയാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ഒരുമ, അവരുടെ ഐക്യം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ കൂട്ടത്തിൽ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നാം പടച്ചു. വജഅൽനാകും ശുഊബൻ വ ഖബായില, വിവിധമായ ഗോത്രങ്ങൾ, വിഭാഗങ്ങൾ. ഇതെന്തിനാ? ഉച്ചനീചത്വത്തിനല്ല, പെണ്ണിനേക്കാൾ വലുതാണെന്ന് പറയാനല്ല, തറവാടിത്തത്തിന്റെ പേരിൽ മഹിമ പറയാനല്ല. ലിതഅറഫു, ഒരു തിരിച്ചറിവ് ആവശ്യമാണ്, മേൽവിലാസം ആവശ്യമാണ്. എല്ലാവർക്കും ഒരേ തറവാടായാൽ മേൽവിലാസം നഷ്ടപ്പെടും, അതുണ്ടാവൂല. വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യനെ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഇതിലെ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമന്മാരാരെന്നറിയുമോ? അവര് തഖ്വയുള്ളവരാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അല്ലാഹ് എല്ലാം അറിയുന്നവൻ, അല്ലാഹു സൂക്ഷ്മമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവൻ. അതുകൊണ്ട് ഇത് ഒരാഘോഷമാണ്. ലോകത്ത് വേറെ എവിടെ ഇതില്ല. എല്ലാ ആഘോഷങ്ങളിലും ഇന്ന് ലഹരിയാണ്, മദ്യമാണ്, അതിരുവിട്ട ആഭാസങ്ങളാണ്. അവിടെ റബ്ബിനെ ഓർക്കുന്ന ഒരാഘോഷം, സൃഷ്ടാവിനെ ഓർക്കുന്ന ഒരാഘോഷം, അന്നം നൽകിയവനെ ഓർക്കുന്ന ഒരാഘോഷം, ജീവിതം നൽകിയവനെ ഓർക്കുന്ന ഒരാഘോഷം, ആരോഗ്യം നൽകിയവനെ ഓർക്കുന്ന ഒരാഘോഷം, കുടുംബ സംവിധാനങ്ങളും സൗഹൃദ വലയങ്ങളും സംവിധാനിച്ചു തന്ന റബ്ബിനെ ഓർക്കുന്ന ഒരാഘോഷം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ചീർപ്പിന്റെ പല്ല് പോലെയാണ് നിങ്ങൾ. അന്ന് എല്ലാരും ചീർപ്പൊന്നും ഉപയോഗിച്ചോളണമെന്നില്ല. ആ കാലത്ത് പറയുന്ന വാക്കാണ് കഅസ്നാനിൽ മുഷ്തി, നിങ്ങൾ ചീർപ്പിന്റെ പല്ല് പോലെ. അത് ഒന്നിനോട് എത്രമേൽ ഇണ ചേർന്ന് നിൽക്കുന്ന പോലെ. ഓ സഹോദരന്മാരെ, നിങ്ങളൊന്നാണ്. കുല്ലുക്കും മിൻ ആദം, നിങ്ങളൊക്കെ ആദമിൽ നിന്നാണ്. ആദം എവിടെ നിന്നാണ്? നിങ്ങൾ കാണുന്ന മണ്ണിൽ നിന്നാണ്. നിങ്ങളുടെ പ്രവാഹം അവിടെ നിന്ന്, നിങ്ങൾ മടങ്ങുന്നതും അവിടേക്ക്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് പോയവൻ, മണ്ണിൽ നിന്ന് തന്നെ ഉയർത്തെഴുന്നേൽക്കുന്നവൻ. മണ്ണ് വല്ലാത്തൊരു വികാരമായിരുന്നല്ലോ നമുക്ക്. മണ്ണിന് വേണ്ടിയാ പിണങ്ങിയത്, അവന്റെ നെഞ്ചത്താ കുറ്റിയടിച്ചത്. ആകാ പാവത്തിന് ഇത്ര സെന്റ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ മതില് കെട്ടിയത് അവിടെയാണ്. ചോദിക്കാൻ ആരുണ്ടായിരുന്നില്ല. അവന്റെ ഒരു ദുആയുണ്ട്, അർശിലേക്ക് കയറിപ്പോയ ദുആ, മർദ്ദിതന്റെ പ്രാർത്ഥനയെ ഭയപ്പെടുക. അവനും അല്ലാഹുവിനും ഇടയിൽ യാതൊരു മറയുമില്ല. ഇപ്പൊ നിയമങ്ങൾ കൂടെ ഉണ്ടാകാം, ഇപ്പൊ അധികാരങ്ങൾ കൂടെ ഉണ്ടാകാം, ഇപ്പൊ നാട്ടിലെ പ്രമാണിമാര് കൂടെ ഉണ്ടാകാം. പക്ഷേ ഒറ്റക്ക് പാതിരാത്രിയിൽ വിതുമ്പിക്കരഞ്ഞ ഒരു മനുഷ്യന്റെ കണ്ണുനീര് ഇറ്റ് വീണത് റബ്ബിന്റെ അർശിന്റെ സമീപത്താണെന്ന് മറക്കണ്ട. അതുകൊണ്ട് മണ്ണ് വല്ലാത്ത ഒരു വിസ്മയമാണ്, അത് വല്ലാത്തൊരത്ഭുതമാണ്. അതുകൊണ്ട് ഇത് ഈദിന്റെ ആഘോഷമാണ്, ഈദുൽ അദ്ഹയുടെ ആഘോഷമാണ്. ആ പദത്തിൽ തന്നെ ബലിയുണ്ട്, ആ പദത്തിൽ തന്നെ ഉളഹിയത്തുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടതിനെ സമർപ്പിക്കുന്ന ഇബ്രാഹിമിയ മില്ലത്തിന്റെ അനുധാവനമുണ്ട്. മലർത്തിക്കടത്താനാകുമായിരുന്നില്ല. നെറ്റിത്തടത്തിൽ ചെരിച്ചു കടത്തി എന്ന് പറയുന്നുണ്ട് ഖുർആൻ. അതിന്റെ തഫ്സീർ വായിക്കുമ്പോൾ ഞെട്ടിപ്പോകും. മുഖത്തേക്കെങ്ങാനും ഇബ്രാഹിം നോക്കിയാൽ അതൊരു മനുഷ്യന്റെ വികാരമാണ്, അതൊരു സ്വപ്നമാണ്, അത് കാലങ്ങളായി കാത്തുവച്ച ഒരാത്മനിധിയാണ്. 13-ന്റെയും 18-ന്റെയും വയസ്സ് പ്രായമാകുമ്പോ യാ
അറക്കണം എന്ന് അള്ളാഹു കൽപ്പിച്ചപ്പോ അത് ശിരസാ വഹിക്കാൻ ഒരു വൃദ്ധൻ നിലകൊള്ളുന്ന ലോകത്തിന്റെ അത്ഭുതകരമായ ഒരു മുഹൂർത്തമാണ്. അങ്ങനത്തെ ഒരു മുഹൂർത്തം അതുവരെയില്ല, ഇനിയൊട്ട് ഉണ്ടാകാനും പോകുന്നില്ല. മിനായുടെ ശാന്തമായ താഴ്വരയിൽ അള്ളാനെ സാക്ഷി നിർത്തിയിട്ട് ആ ബാപ്പയും മകനും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പൊന്നുമോനെ, ഞാൻ നിന്നെ അറക്കാൻ പോകുന്നുണ്ട്. അള്ളാഹു എന്നോട് പറഞ്ഞതാണ്. എന്താണ് നിന്റെ വീക്ഷണം, നിന്റെ അഭിപ്രായം? അപ്പ വന്ന ഒരു മറുപടി, ഖിയാമം വരെ തിളങ്ങുന്ന മറുപടി. യാ ബുനയ്യ, എന്റെ യാ അബതി ഫഅൽ മാ തുഅമർ, പിതാവേ, അല്ലാഹ് കൽപ്പിച്ചത് നിങ്ങൾ ചെയ്തു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് ആ മകൻ പറയുമ്പോ അപ്പോഴും ഇബ്രാഹിം വിതുമ്പുന്നുണ്ട്. അല്ലാഹുവേ, ഇതെന്തൊരു അത്ഭുതമാണ്, ഇതെന്തൊരു അനുഗ്രഹമാണ്. ഒരു മനുഷ്യന്റെ ഒരു കുടുംബം എന്ന് പറയുന്നത് ദീനിന്റെ വൃത്തത്തിലാകുന്നത് എത്ര വിസ്മയമാണ്. നൂഹ് നബി അല്ലാഹ് പരീക്ഷിച്ചിട്ടുണ്ട്. ഭാര്യ കൂടെ ഇല്ലാത്ത നൂഹ് നബി, മകൻ കൂടെ ഇല്ലാത്ത നൂഹ് നബി. ലൂത്ത് നബി അല്ലാഹ് പരീക്ഷിച്ചിട്ടുണ്ട്. ആ മകൻ കൂടെ, ലൂത്ത് നബിയുടെ മകൻ ഭാര്യ കൂടെ ഇല്ലാത്ത ലൂത്ത് നബി അല്ലാഹ് പരീക്ഷിച്ചിട്ടുണ്ട്. അവിടെ ഇബ്രാഹിം വേറിട്ട് നിൽക്കുക. ഒരു കുടുംബം മുഴുവൻ ഇബ്രാഹിമിന്റെ കൂടെ. ഭാര്യയുണ്ട്, ഹാജർ കൂടെ ഉണ്ട്. പണ്ട് മണൽക്കാട്ടിൽ ഒറ്റക്കാക്കി പോയപ്പോഴും കൂടെ പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹു അമറക്ക, അല്ലേണോ കൽപ്പിച്ചത്? അതേന്ന് മറുപടി പറയുമ്പോ മതി, റളീതു ബില്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ തൃപ്തിയാണ്. അതാ ഹാജർ. ഹാജർ വളർത്തിയ ഒരു ഇസ്മായിലാണ്. അതാ അത്ഭുതം. ഓർമ്മ വെക്കുമ്പോ ഈ കുട്ടി ചോദിക്കൂലേ, വാപ്പ എവിടെയാണ്? നല്ല വാക്കേ വാപ്പ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. പ്രവാസത്തിൽ പോയ ചില സഹോദരന്മാർ, അവരെ മക്കളെ വളർത്തുന്ന ഭാര്യമാർ, ഉമ്മമാർ എത്ര കഷ്ടപ്പെടും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, ഒരു നിർണായക ഘട്ടത്തിൽ. റബ്ബേ, ഇവന്റെ വാപ്പ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എത്ര ടെൻഷൻ അടിക്കണം, എത്രമേൽ പ്രയാസം അനുഭവിക്കണം. കൂട്ടുകെട്ടുകളുടെ മായാവിലാസങ്ങൾ കൊണ്ട് കുടുംബങ്ങൾ കരഞ്ഞു തീരുന്ന പുതിയ കാലത്ത് അവിടെ ഈ വാപ്പാനെ പറ്റി ഒരു മോശം വാക്കും പറയുന്നില്ല. അതായിരുന്നു ഹാജർ. ആ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം നമ്മളവിടെ ഏൽപ്പിച്ചു പോയി എന്നുള്ള ഒറ്റ മറുപടി. അതാ ഉള്ളിൽ തട്ടിയ കുട്ടിയുടെ. കാലങ്ങൾക്ക് ശേഷം ബാപ്പാനെ കാണുന്നുണ്ട് ഇസ്മായിൽ. അപ്പോ ആ ഇസ്മായിലിന് ആ വികാരമുണ്ടായി, പിതാവിന്റെ കൂടെ. അവിടെയാണ് ഹാജർ വേറിട്ട് നിന്നത്. ഇന്നത്തെ സഹോദരിമാർക്ക് ഹാജർ മാതൃകയാണ്. പിതാക്കൾക്ക് ഇബ്രാഹിം ഒരു വിസ്മയമാണ്. മക്കൾക്ക് ഇസ്മായിൽ മാതൃകയാണ്. ബാപ്പാനെ കരയിപ്പിച്ച മക്കളുണ്ടോ? ആ കണ്ണീര് വെറുതെ ആവൂല. ബാപ്പ ഇരുന്നിങ്ങനെ കരയുന്നുണ്ട്, അല്ലെ ഉമ്മ വിതുമ്പുന്നുണ്ട്. ഏതാണ് ഈ ഉമ്മയും ബാപ്പിന്നറിയോ? നമ്മുടെ അസാന്നിധ്യത്തിൽ നമസ്കാരപ്പായിൽ നിന്ന് വിതുമ്പിക്കരഞ്ഞ ഉമ്മ. അള്ളാഹു അവർക്ക് ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മയും ബാപ്പി എന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിന്റെ വിളക്കുമാടങ്ങളാണ്. നീട്ടിപ്പരത്തി പറയുന്നില്ല. പെരുന്നാൾ അവരെ ഓർക്കുന്നു നമ്മൾ. 6 അടി മണ്ണിൽ കിടക്കുന്ന പ്രിയപ്പെട്ട പിതാവ്, പ്രിയപ്പെട്ട മാതാവ്. ആ കാലം ഓർത്തു നോക്കണം, ദാരിദ്ര്യത്തിന്റെ കാലം. പെരുന്നാൾ വന്നപ്പോഴും ബാപ്പ കരഞ്ഞു. മകനൊന്നും വാങ്ങിക്കൊടുക്കാനില്ല. ഉമ്മയും കരഞ്ഞു, ഒന്നും കൊടുക്കാനില്ല. ഒരു തുണി വാങ്ങിക്കൊടുക്കാനില്ല. ഒരു ടവ്വലും അവസാനം ഇവിടുന്ന് സംഘടിപ്പിച്ച് കൊടുത്തിട്ട് അപ്പൊ പറഞ്ഞു, ഈ പെരുന്നാളിന് നിനക്ക് ഇതുണ്ട് മോനെ എന്ന് പറഞ്ഞപ്പോ ഭൂതകാലത്തിന്റെ ഒരു വല്ലാത്ത ഓർമ്മ. അന്ന് കുളിപ്പിച്ച ഉമ്മ, സോപ്പ് തേച്ച് കുളിപ്പിച്ച ഉമ്മ. എല്ലായിടത്തും നിറമുള്ള സോപ്പുണ്ട്, ഇവിടെ അലക്കുന്ന സോപ്പേ ഉള്ളൂ. തിരുമ്പുന്ന അലക്കുകാരൻ കൊണ്ട് മേനിയിലൂടെ വിരലോടിച്ച ഉമ്മ കിടക്കുന്നത് 6 അടി മണ്ണിലാണ്. ദാരിദ്ര്യത്തിന്റെ ഒരു കാലമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, മറക്കാനാവില്ല. 6 അടി മണ്ണിൽ കിടക്കുന്ന മാതാവിനും പിതാവിനും അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് പെരുന്നാളിന്റെ പൊലിമ അത് മങ്ങിപ്പോയ ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്. ഇറാന്റെ മലമടക്കുകളിൽ കരയുന്ന മക്കളുണ്ട്, മനുഷ്യ ജന്മങ്ങളുണ്ട് ലോകത്തിന്റെ പല ഭാഗത്ത്. ലബനാൻ, അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്ത് നമ്മളെ ഓർമ്മകളിൽ നിന്ന് അന്യം നിന്ന് പോകാത്ത ഫലസ്തീനിന്റെ മക്കൾ, ഗസയുടെ മക്കൾ. റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ അനുഗ്രഹം പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. ഈ പെരുന്നാളും ആഘോഷവും എന്തിന് എന്ന് ചോദിച്ചാൽ
കുടുംബ ബന്ധങ്ങൾ വിളക്കി ചേർക്കണം. പിണങ്ങിയത് മാറ്റണം. എവിടുക്കാ പിണങ്ങാനുള്ളത്? എവിടുക്കാ മുഖം തിരിക്കാനുള്ളത്? ആറടി മണ്ണിലേക്കോ? എന്ത് അഹങ്കാരാണ് നമുക്കുള്ളത്? ഒന്നുമില്ലാത്ത നമ്മൾ എന്തിനാണ് അഹങ്കരിക്കുന്നത്? ഒരു ഞരമ്പ് ചുരുണ്ടാ മതി, പിന്നെ മൗനിയായിട്ട് കിടക്കും. പിന്നെ വരുന്നവനൊക്കെ ദയനീയമായി നോക്കും. വാചാലമായി പീഡിയക്കോലായിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ സംസാരിച്ചവനും മൗനിയായിട്ട് കിടക്കും. കണ്ടുവന്നവരൊക്കെ തിരിച്ചൊന്ന് പറയാനൊരു വാക്കില്ലാതെ അത്ഭുതത്തോടുകൂടി തിരിഞ്ഞു നടക്കും. ആരാണ് ഈ കിടക്കുന്നത് റബ്ബേ? ആരാണ് ഈ കിടക്കുന്നത്? അത്രയുള്ളൂ മനുഷ്യന്റെ കഥ. കുടുംബ ബന്ധങ്ങൾ വളക്കി ചേർക്കണം. പരസ്പരം സൗഹൃദങ്ങൾ ഉണ്ടാകണം. പോകാൻ കഴിയണം. അയൽപക്ക ബന്ധങ്ങൾ വിളക്കി ചേർക്കണം. ഖബറിൽ കിടക്കുന്നവരെ ഓർക്കണം. രോഗികളുടെ കൂടെ നിൽക്കണം. രോഗം ജീവിതത്തിന്റെ പരീക്ഷണമാണ്. അത് അയാൾക്ക് പരീക്ഷണമാണ്. പക്ഷെ അത് അയാൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം കൂടി ആയിരിക്കണം ഒരു പക്ഷെ അത് നമുക്കും പരീക്ഷണമാണ്. ഈ തന്ന ആരോഗ്യത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ തന്ന ശരീരത്തിന്റെ സൗന്ദര്യത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് ആ ഓർമ്മ നമുക്കുണ്ടാവുക. അതുകൊണ്ട് ഉളഹയ്യത്തിന്റെ പുണ്യവും അതിന്റെ പ്രാധാന്യവും തിരിച്ചറിയുകയും അതിന്റെ കൂടെ ഇന്നത്തെ ദിവസം അതിന് സേവനം ചെയ്യാനൊക്കെ സമയം കാത്തു നിൽക്കുന്ന സഹോദരന്മാർ, അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈദുൽ അദ്ഹയുടെ ഈ ആഘോഷം അതിന്റെ പൊലിമ മങ്ങാതെ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഒരു ഹറാമും ഈ ആഘോഷത്തിന്റെ പേരിൽ നമ്മിൽ വന്നു ചേരാതിരിക്കട്ടെ. എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർമ്മകളിൽ നിന്ന് ഓർമ്മകളിലേക്ക് പോകുമ്പോൾ നമ്മളാക്കിയവർ ഖബറിൽ കിടക്കുന്നു സൂചിപ്പിച്ചതുപോലെ അവരുടെ ഖബറിടം അള്ളാഹു സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ത്യാഗം ചെയ്ത് നമ്മളെ വളർത്തി നമ്മളാക്കിയ മാതാപിതാക്കൾ അവരുടെ ഖബറിടം അള്ളാഹു സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് നമ്മുടെ മക്കളെ പ്രത്യേകിച്ച് ഈ പുതിയ കാലത്ത്, കണ്ണുനീരിന്റെ കാലത്ത്, ജിജ്ഞാസയുടെ കാലത്ത്, AI-യുടെ കാലത്ത് ഈ മക്കളെ നല്ല മക്കളാക്കി ദീനിന്റെ കൂടെ, നമ്മുടെ കുടുംബത്തിന്റെ കൂടെ, നമ്മുടെ സമാധാനത്തിന്റെ കൂടെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനും ദുനിയാവും നൽകി നമ്മുടെ മക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പെരുന്നാളിന്റെ എല്ലാ പൊലിമയും ഉൾക്കൊള്ളാൻ റബ്ബ് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.